ഫോൺ അഡിക്ഷൻ അതേപോലെ തന്നെ മാസ്റ്റുർബേഷൻ അഡിക്ഷനിലേക്ക് ആളുകൾ കൂടുതലും വീണ്ടും വീണ്ടും അതായത് നമ്മളിപ്പം ഒരു പ്രാവശ്യമല്ല അത് ചെയ്യുന്നത് അല്ലെ 2 പ്രാവശ്യമല്ല. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിലേക്ക് വീണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ് അതിന്റെ പിന്നിൽ. അതായത് യഥാർത്ഥ കാരണത്തെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് മാത്രമല്ല അത് ഒറ്റക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഒറ്റക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങളെ മാത്രമേ ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാത്രമേ നേരിടാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരിക്കും നമുക്ക് വേണ്ടത് വിൽ പവർ അല്ല. നമുക്ക് വേണ്ടത് കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്താൻ വേണ്ടി ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവനെ സംബന്ധിച്ചിട്ട് ഇവൻ എപ്പോഴും ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മീൻസ് എൻ്റെ ഒരു ക്ലയന്റ് ആണ്. അപ്പം ആ നിലക്ക് ഇവനെ പല കാര്യങ്ങൾ എന്നെ വിളിച്ചിട്ട് എപ്പോഴും സംസാരിക്കാനും പറയാറൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇവന് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ കരുതുന്നത് മാസ്റ്റുർബേഷൻ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ചെയ്യലില്ല എന്നുള്ള രൂപത്തിൽ നടന്നിരുന്ന ഒരു വ്യക്തി, അതായത് ആ ഒരു മോറൽ രീതിയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അതിനവൻ കാരണം കണ്ടെത്തുന്നത് ഞാൻ ചായ കുടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ചായ സ്ഥിരമായി കുടിക്കാറില്ലായിരുന്നു. മാസ്റ്റുർബേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതേ സമയം തന്നെ ചായ കുടിയും സ്റ്റാർട്ട് ചെയ്തു. ഈ രൂപത്തിൽ അവൻ എന്ത് ചെയ്യാണ്, ചായ കുടിയെയാണ് അവൻ ലക്ഷണം അല്ലെങ്കിൽ അതിന്റെ കാരണമായി കണ്ടെത്തിയിട്ട് ചായ കൂടി തുടങ്ങിയത് കൊണ്ടാണ്. എന്താണെന്ന് അവനക്ക് ക്ലാരിറ്റി ഇല്ല. ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ രൂപത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത രൂപത്തിൽ അവൻ തന്നെ അതിനെ ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ട് എന്നെ ഒന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അവൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം കല്യാണം ആലോചിക്കുമ്പം ആ പെണ്ണുമായിട്ട് ജസ്റ്റ് ഒരു മിംഗ്ലിംഗ് ഉണ്ടായിരുന്നു, സംസാരം, കല്യാണ ആലോചനയുടെ ഭാഗമായിട്ട്. അപ്പോൾ അവൻ അവളെ തന്നെ എന്നുള്ള രൂപത്തിൽ, അവളെ കിട്ടി എന്നുള്ള രൂപത്തിൽ വിശ്വസിച്ച് സംസാരിച്ചു. അതവൻ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് ഓർക്കുകയാണ്. അത് ഓർത്തിട്ട് അവള് സാധാരണ കല്യാണാലോചന പോലെ തന്നെ അത് ഇട്ടെറിഞ്ഞു പോകുന്നു. പക്ഷെ ഇവൻ അവളെ തന്നെ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നു. അതിന്റെ സ്ട്രെസ്സാണ് അവന് വന്നിട്ടുള്ളത് എന്ന് ഇവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പകരം അവൻ ചെയ്യുന്നത് എന്താ, ചായ കൂടി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ മാസ്റ്റുർബേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. കാരണം ചായ കൂടി അവൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതേ സമയം തന്നെയാണ് മാസ്റ്റുർബേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ നോർമലൈസ് ചെയ്ത് ചിന്തിക്കാനോ ഇതിന്റെ പിന്നിലുള്ള കാരണത്തെ കണ്ടെത്താനോ വിൽ പവർ കൊണ്ട് സാധിക്കില്ല.